ഞാൻ അമ്മ പറയണ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ പറയണത് എന്റെ അമ്മ പറയണതല്ല കേൾക്കണ്ട, നിങ്ങളുടെ അമ്മ പറയണത് നിങ്ങൾ അല്ല, ഞാനൊരു ഇന്റർവ്യൂ ചിലപ്പോൾ ഷൈൻ പറയണ പല കാര്യങ്ങളും ഒരു ആദ്യത്തെ പ്രാവശ്യം കണ്ട എനിക്ക് മനസ്സിലാവും. നമ്മളെ അച്ഛനും അമ്മേനെയും ആദ്യമായി കണ്ടത് ഓർമ്മ ഭാവിയിലേക്ക് ഡയറക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡയറക്റ്റ് ഒരേ നക്ഷത്രം എന്ന് പറഞ്ഞ എന്റെ മൂലാണ്. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം എന്നാണ് നമ്മൾ. അപ്പൊ എന്നെ കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് ഇത്തിരി വട്ടാണെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്കൊരു വെൽക്കം ടു ഓപ്പൺ ഹാർട്ട്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ബ്രെയിനും ഹാർട്ടും വ്യത്യാസമല്ല. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഓക്കെ, ഇവിടെയുള്ള ഹാർട്ടിനെ ബ്രെയിൻ എന്നും ഇവിടെയുള്ള ഹാർട്ടിനെ ഹാർട്ട് എന്നും പറയും. ദെൻ മൈൻഡ് എന്താണ്? എന്താ പറ, മൈൻഡ് എവിടെയാണ്? കൂടെ കണക്ട് ചെയ്യിക്കുന്ന ഒരു സാധനമല്ലേ ബോഡി ഇല്ലാത്തതും എന്നാൽ നമ്മളെല്ലാം പറയുന്നതുമായ സാധനമാണ് മൈൻഡ്, നമ്മുടെ സോൾ അല്ലേ? സോ ഓപ്പൺ ഹാർട്ടാണ്, ഓപ്പൺ സോൾ അല്ല. അപ്പൊ എനിക്ക് പലതും മറയ്ക്കാം. പല ഇന്റർവ്യൂസൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ ഷൈൻ പറയണ പല കാര്യങ്ങളും ഒരു ആദ്യത്തെ പ്രാവശ്യം കണ്ട എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇരുന്ന് കണ്ടു കഴിയുമ്പോ ഇത് നമ്മൾ എത്രയോ തവണ കണ്ടതിന് ശേഷമാണ് ഗാഠമായ ഒരു സാധനമാണല്ലോ പറഞ്ഞത്. നമ്മളെ അച്ഛനും അമ്മേനെയും ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ? നമ്മുടെ ലൈഫിൽ എന്നാണ് ആദ്യമായി കണ്ടത് അച്ഛനും അമ്മയും? കണ്ടത് ഓർമ്മ വരുന്നത് വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ജനിച്ചതിന്. അതിനു മുന്നേ ഒരുപാട് തവണ കാണുന്നുണ്ടല്ലോ, അതെ, മനസ്സിലാവുന്നില്ല. പിന്നെയാണോ എന്റെ ഈ കറക്റ്റാണ് പറഞ്ഞ പോയിന്റ്. ജീവിതത്തിൽ ചുറ്റും കാണുന്ന പലതും എല്ലാതും നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതിന് ശേഷമാണ് ഇത് തേങ്ങയാണ്, തേങ്ങാക്കുലയാണ്, തെങ്ങാണ്, ഭൂമിയാണ്, ആകാശമാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരങ്ങളാണ് എന്നൊക്കെ മനസ്സിലാവുന്നു. പിന്നെ എന്തുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവുന്നില്ല? പക്ഷെ പിന്നീട് അത് കേൾക്കുമ്പോ ഒരുപാട് ശരിക്കും ഒരുപാട് അർത്ഥങ്ങളൊന്നും അതിനില്ല, അതിനൊരൊറ്റ അർത്ഥമുള്ളൂ. ഒരുപാട് ഗാഢമായ അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാവും. ഗാഢമായ ഒരു സ്പേസിൽ നിന്നാണല്ലോ നമ്മൾ വരുന്നത്. വി ഓൾ ആർ സ്പേം ഫസ്റ്റ് അല്ലേ? ബോഡി ആയിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ ഗാഢമായ ഒരു സ്പേസിൽ നിന്നാണല്ലോ ഈ സ്പേം വരുന്നത്. ഓക്കെ, യു ആർ കമ്മിങ് ടു ദ വേൾഡ്. നമ്മൾ മനുഷ്യനുമായി സംഗമിക്കുന്നു, അത് വളരെ ഗാഢമായ ഒരു സംഗമം. അതിൽ നിന്ന് ഇതുണ്ടാവുന്നു, അത് പിന്നീട് മനുഷ്യരൂപം പ്രാപിച്ച് പുറത്തേക്ക് വരുന്നു, അതും ഗാഢമായ സ്പേസിൽ നിന്നാണ് അല്ലേ? അപ്പൊ ഗാഢമായ ചിന്ത മാത്രം ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നത് എന്താണ്? ഇല്ല, വേണല്ലോ. എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തതാണല്ലോ പ്രശ്നം. പറ്റാത്തത് കൊണ്ടാണ്. പറ്റാത്തവർ പറയുന്നത് പറ്റുന്നവർക്ക് വട്ടാണെന്നാണ്. അത് കുഴപ്പമില്ല, കാരണം ഇതൊരു ഭ്രാന്താലയമാണെന്നാണല്ലോ പറഞ്ഞത് കേരളത്തിനെ കുറിച്ച് ആര്? അപ്പൊ എന്നെ കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് ഇത്തിരി വട്ടാണെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണെന്നാ ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. കന്നഡ ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടാ. ഇത് പെൺകുട്ടികളുടെ കണ്ണട വെച്ചോ? എനിക്കാണോ? എടുക്കട്ടെ, ശരിക്കും ശരിക്കും എടുത്തോ. ബോൺ ദിസ് വേ. ഓക്കെ, അപ്പൊ അതോ? ഇത് ആൺകുട്ടികളുടെ. ഓക്കെ, ചേരുണ്ടത്? നിങ്ങൾക്ക് എന്താ ചേരാത്തത്? ആയിരിക്കണം സോഫ. ഈ ഡ്രസ് ടോപ്പിന്റെ കളർ മാത്രം ഇത്തിരി ചേരാത്തത്, അതാണ് കൂടുതൽ കാണാൻ. ഈ കുടുക്ക് ഫുൾ ഇട്ടതും ചേരുന്നില്ല. ആണായിരിക്കട്ടെ, എനിക്കും തോന്നിയായിരുന്നു. എന്തിനാ ഇങ്ങനെ ഫുൾ കുടുക്കിടുന്നു? ഒരുപാട് വായിക്കും. എനിക്കിത് വെച്ചിട്ടൊരു ഇരുട്ട്. അതിനാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഫോർ കൂൾ. പേടിപ്പിക്കല്ലേ. ഒരുപാട് വായിക്കുന്ന ആളാണ്? പക്ഷെ അല്ല, ഇല്ല. ഞാൻ ഒരുപാട് കേൾക്കും വായിച്ചവര് പറയുന്നത്. കാരണം എന്റെ ചുറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവര് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരിക്കും. 3 രീതിയിലൂടെയാണ് നമുക്ക് നോളജ് വരുന്നത്, ഇൻഫോർമേഷൻസ്. കേൾവിയിലൂടെയും വായനയിലൂടെയും എക്സ്പീരിയൻസിലൂടെയും. നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കാം. അതാണ് മനസ്സ വാച കർമ്മ എന്ന് പറയുന്നത്. മനസ്സ് വാചകങ്ങളായി. മനസ്സെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ തിങ്ക് ചെയ്യുന്നവരാണല്ലോ പറയുന്നവര്. അപ്പൊ പിന്നെ വാചകങ്ങളായിട്ട്, വാചകങ്ങളിലൂടെ, പിന്നെ പ്രവൃത്തി, മനസ്സ് വാച കർമ്മം. അങ്ങനെ ഏതൊരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ചിന്തിക്കുകയും പിന്നെ അത് സംസാരത്തിൽ കൊണ്ടുവരികയും പിന്നെയാണ് അത് പ്രവൃത്തിയിലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡയറക്റ്റ്ലി പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 3 രീതിയിലൂടെ നമുക്ക് അതിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാം, കേട്ട് മനസ്സിലാക്കാം, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും ഒരു വ്യക്തി ആ ഇൻഫോർമേഷൻസ് അയാളുടെ ലൈഫിൽ എടുക്കുന്നത്. അപ്പൊ ചിലവർക്ക് അത് വായിച്ചാലായിരിക്കും കൂടുതൽ, ചിലവർക്ക് അത് കേട്ടാലായിരിക്കും,
ചിലവർക്ക് അത് അനുഭവിച്ചാലായി. പക്ഷെ അതിന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി, എന്താണ് സന്തോഷം? വാട്ട് ഈസ് ഹാപ്പി? ഇത്രയും ചിന്തിക്കുന്ന ഒരാളാവുമ്പോഴേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്തോഷം? ലൈക്ക് അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം. അതെ, ചോദിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അത് അറിയണമല്ലോ. അത് അറിയാത്തതുകൊണ്ടല്ല ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ സന്തോഷം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആദ്യത്തെ നൊമ്പരം പെയിൻ എന്താന്ന് പറയാൻ പറ്റും? എന്റെ ഫസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം LKG അമ്മ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അമ്മ പോയ അതാണ് പെയിൻ ഉണ്ടായത് അല്ലേ? അതാണ് എന്റെ ഒരു അപ്പൊ സന്തോഷത്തിനാണോ പെയിനാണോ കൂടുതൽ പ്രാധാന്യം ലൈഫ് നമ്മൾ ഓർത്തിരിക്കുന്നതും? പെയിൻ അല്ലേ? വേദനകളാണ്. അപ്പൊ നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെയിനുകളാണ്, സന്തോഷമല്ല ആക്ച്വലി. അപ്പൊ ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക. ഹാപ്പിനെസ് ഭയങ്കര പെട്ടെന്ന് സംഭവിക്കുന്നു, പെട്ടെന്ന് ഇല്ലാതെയാവുന്നു അല്ലേ? ഈ പറയുന്ന പാവ കിട്ടി, അല്ലെങ്കിൽ പാവ കിട്ടി, ആ പാവ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. ആ പാവ കിട്ടി, കുറച്ചു നേരം കഴിഞ്ഞ പാവ കഴിഞ്ഞു. ഒരു മിഠായി കിട്ടി, സന്തോഷം, മിഠായി കഴിച്ചു, അതോടുകൂടി കഴിഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അമ്മ നിങ്ങളെ LKG ക്ലാസ്സിൽ കൊണ്ടിരുത്തി പോയതില്ലേ, അത് ഇപ്പോഴും നൊമ്പരായിട്ടിരിക്കുന്നില്ലേ? എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം തോന്നിയ നൊമ്പരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൺ ഡിസ്റ്റർബിങ്. എൻ്റെ സ്വപ്നത്തിലൂടെയാണ് അത് ഫസ്റ്റ് മെമ്മറി വരുന്നത്. സ്വപ്നത്തില് എൻ്റെ വീട് ഞാൻ കാണുകയാണ്. എനിക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിലുള്ള ലിവിങ് റൂമില്ലേ ഡാഡി ഡാഡി ജനലിന്റെ അവിടെ നിൽക്കുന്നു. ആരോ ട്രൈങ് ടു പുള്ളിനായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ജനലിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട്. അവിടെ എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആവും. ഞാൻ ഇട്ട് എഴുന്നേക്കുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. സ്വപ്നമാണല്ലേ? ഇതുപോലൊരു സ്വപ്നം, അത് വളരെ ട്രോമയായിട്ടാണ് സ്വപ്നങ്ങൾ വരുള്ളൂ. അതിനു മുന്നേ നമുക്ക് വരാൻ, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരാരോ ക്രമിക്കപ്പെടുന്നു. അതായത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പുറത്തു നിന്ന് ആരോ അറ്റാക്ക്. അതല്ലേ നമുക്ക് ഉണ്ടാവുന്ന അന്നത്തെ ഭയം. പുറത്ത് കാണിച്ചിട്ട് അയാൾ വരും, ബുബു വരും, ബിബി വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഭക്ഷണം കൊടുത്തിരുന്നു. വേഗം കഴിച്ചോ, ചന്ദ്രനെ പിടിച്ചുതരാം, അത് പിടിച്ചുതരാം. പിന്നെ നമ്മൾ പേടിപ്പിച്ചിട്ടാണ് പലതും ചെയ്തത്. ആ പേടിയിലൂടെ ഉണ്ടാവുന്ന ഒരു വിഷമം അല്ലേ? അതാണ് എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെ പെയിൻഫുൾ. ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് അടി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീട്ടിലെ അച്ഛനമ്മയും പോകുന്ന സമയത്ത്, പിന്നെ വൈകുന്നേരം വരെ കരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഇവര് വരുമോ വരില്ല ഒന്നും അറിയില്ലല്ലോ. സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? വേദനകൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ മറക്കേ ഇല്ല. അത് മറക്കുന്ന സാധനം മാത്രമല്ലേ ഓർത്തിരിക്കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പെയിൻ ആണ് നമ്മളെ വളർത്തുന്ന ഒരു സാധനം. അതാണ് കുറെ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ആളുകൾ തന്ന സന്തോഷം ഒന്നും ഉണ്ടാവില്ല. എന്താണ് എന്റെ ഹാപ്പിനെസ് എന്നല്ല ചോദിച്ചാൽ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻഫുൾ സാധനങ്ങൾ ഉണ്ടാവുകയും അത് കാലക്രമേണ ആ പെയിൻഫുൾ സാധനം നമുക്ക് ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു മൂമെന്റ് ആയിരിക്കും സന്തോഷം അല്ലേ? ഇപ്പോ അമ്മ നിങ്ങൾ LKG ഇരുത്തി പോയി, പെയിൻഫുൾ, അതല്ലേ നിങ്ങൾ ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അതാണ് സന്തോഷം. ശരിക്കും ഇരുട്ടും വെളിച്ചവും പോലെ അല്ലേ? ഇരുട്ടും വെളിച്ചവും പോലെ. അതെ, വെളിച്ചം സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സണ്ണിൽ നിന്നാണല്ലോ വെളിച്ചം ഉണ്ടാവുന്നത്. അത് എപ്പോഴും അവിടെ ഉണ്ടല്ലോ. സണ്ണ് രാത്രിയാകുമ്പോ വീട്ടിൽ പോകുന്നില്ലല്ലോ, കട അടച്ചിട്ട്. സൺ സ്റ്റിൽ ഇസ് ദർ. നമ്മൾക്ക് ഷെയ്ഡ് ഉണ്ടാവുന്നു, ഇവിടെ ഇരുട്ടുണ്ടാവുന്നല്ലേ ഉള്ളൂ. ബട്ട് സൺ ഈസ് സ്റ്റിൽ ദർ. സോ ആ രാത്രിയും പകലും എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ശരിക്കും അപ്പൊ രാത്രി ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ഡേ ഉണ്ടോ? അതും ഇല്ലല്ലോ. വെളിച്ചം അവിടെ എപ്പോഴും ഉണ്ട്. നമ്മൾ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ലൈറ്റ് വരുന്നു, അതുപോലെയല്ലേ ഇരുട്ടും വരുന്നു, സങ്കടവും. ഇത് രണ്ടും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകുക. അതാണ് പീസ് എന്ന് പറയില്ലേ. പീസ് എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷമല്ല, പെയിനും അല്ല, സമാധാനം. ഈ സമാധാനത്തിൽ നിന്നാണ് സന്തോഷവും സങ്കടവും ഉണ്ടാവണം. സമാധാനം സ്പ്ലിറ്റ് 0 പോയിന്റ് അല്ലേ? സമാധാനം സ്പ്ലിറ്റ് ആവുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ സങ്കടവും ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഇത് രണ്ടും ഇല്ലാതെ ആവുന്ന സമയത്ത് എന്തുണ്ടാവും? നമുക്ക് അല്ലേ ഒന്നും തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ തോന്നാറില്ല ചില സമയത്ത്. സന്തോഷമില്ലല്ലോ എന്നാ ഒന്നുമില്ലല്ലോ. അതായിരിക്കും നമ്മുടെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള പക്ഷെ ആ സിറ്റുവേഷനിൽ ഇരിക്കാൻ ആർക്കും, ആ സ്റ്റേജിൽ ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എന്തെങ്കിലും സംഭവിക്കണല്ലോ. അപ്പൊ പറയാം ഫ്രണ്ട്ഷിപ്പ് ഡേ, ഓക്കെ ഒരു മെസ്സേജ് അയച്ചേക്കാം.
സുഹൃത്തുക്കൾ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞപ്പോ സുഹൃത്തുക്കൾ എനിക്ക് സ്കൂളിൽ പഠിച്ച് ചെറുപ്പം മുതലേ ഉള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ. അത് ഞാൻ 18 വയസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ കൂടുതൽ സുഹൃത്തുക്കളും ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരാണ്. അതും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ആഷിഖ്, സുഗീത്, ഷംജു, അതൊക്കെയാണ് എന്റെ മെയിൻ സുഹൃത്തുക്കൾ. കമൽ സാറിന്റെ കൂടെ വന്ന സമയത്ത് ഇപ്പം AD ആയിട്ടാണല്ലോ വന്നത്. അപ്പം ഒരു ഡയറക്ടോറിയൽ ചിന്തയിൽ കൂടെയാണോ വന്നേ, അതോ കാലക്രമേണ അഭിനയിക്കണം? അല്ലല്ല, അഭിനയിക്കാൻ എന്തെങ്കിലും ചാൻസ് എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്നാൽ അത് കിട്ടുന്ന സമയത്ത് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കില്ല. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോയി അവിടെ ലോക്കായി പോകും. അപ്പൊ ഈ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് നേടാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാം. അപ്പൊ കമൽ സാറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാം എന്നുള്ള സാധനം മാത്രമല്ലേ ഉള്ളൂ. സാറിന്റെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചപ്പോ ഒരു പടത്തിൽ എങ്ങനെ ഒരു റോള് കിട്ടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ ആ മേഖലയിൽ തന്നെ സ്ഥിരമാവാൻ വേണ്ടിയിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയത്. ഒന്നാമത് ഇതൊരു ടെക്നിക്ക് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ടെക്നിക്ക് എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. സിനിമയിൽ അഭിനയിക്കുക സ്റ്റേജിലൊന്നും അഭിനയിക്കുന്നത് പോലെയല്ല എന്നുള്ളത് നമുക്ക് ചെറിയൊരു ബോധ്യം ആ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്ന നമ്മളെന്ന സെറ്റിൽ വെച്ചിട്ടാണ് ഇത് ഇത്രയും ചീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ടെക്നിക്ക് എന്നുള്ളത് അറിയുന്നത്. ആ ടെക്നിക്ക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ആ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ കുറച്ച് സഹായിക്കും. അത് അറിയണമെന്നില്ല അഭിനയിക്കാൻ. നമ്മളില് ഒരു കുഞ്ഞു പീസ് വണ്ടിയിലിരിക്കുന്ന അത് രാത്രിയിലെ സീക്വൻസുകളിലെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഷൂട്ട് തീരുക. കുറച്ച് കഴിയുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മിസ്സായി തുടങ്ങും. 2:30 ആകുമ്പോഴേക്കും 3:30 ആകുമ്പോഴേക്കും. അപ്പോൾ കണ്ടിന്യൂറ്റി മിസ്സാവും. അപ്പോൾ ആർട്ടിസ്റ്റിന് തൊട്ട് ബാക്കിലുള്ളവരെയൊക്കെ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർ തന്നെ ഇരുത്തും. അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഏത് രാവിലെ 6 മണി വരെ ഷൂട്ട് പോയാലും ഷൈൻ ഇവിടെ വന്നിക്ക്, ഇവിടെ വന്നിക്ക്. നമ്മുടെ ഡിക്സൺ ചേട്ടനൊക്കെ ഉണ്ടായില് ആയിരിക്കണേല്, പ്രൊഡക്ഷൻ കൺട്രോൾ ഡിക്സൺ ചേട്ടല്ലേ. അപ്പൊ അങ്ങനെ പിടിച്ചിരുത്തിയതാണ് എന്നെ ആ ബാക്കില്. അല്ലാതെ അത് അഭിനയിക്കാനുള്ള പോർഷനൊന്നുമല്ല. പക്ഷെ ഏറ്റവും ആദ്യം ഫ്രെയിമിൽ വരുന്നത് അങ്ങനെയാ. അത് കാണാൻ നമ്മൾ എല്ലാ ദിവസവും പോയി കാണും. ഇന്ന് നമ്മുടെ തൃശ്ശൂര് രാഗം തിയേറ്ററിലായിരുന്നു നമ്മൾ വന്നു. 2002 ക്രിസ്മസിന് റിലീസ് ആവണം. നമ്മൾ അന്ന് എത്ര പടങ്ങൾ ഉണ്ടായിരുന്നു അറിയോ? കല്യാണരാമൻ, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നന്ദനം, നമ്മൾ, 4 ചിത്രങ്ങൾ ഇറങ്ങി ഓണത്തിന്. ഈ 4ഉം സൂപ്പർ ഹിറ്റ് അടിച്ചു. കല്യാണരാമൻ ഭയങ്കര ഹിറ്റ്, യാത്ര ശ്രദ്ധയ്ക്ക് ഭയങ്കര ഹിറ്റ്, നന്ദനം ഹിറ്റ്, നമ്മൾ ഹിറ്റ്. ഞാൻ അമ്മ പറയണ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ പറയണത് എന്റെ അമ്മ പറയണതല്ല കേൾക്കണ്ട, നിങ്ങളുടെ അമ്മ പറയണത് നിങ്ങൾ കേൾക്കണം. അല്ല, ഞാനൊരു ഇന്റർവ്യൂ കേട്ടിരുന്നു. അതായത് പഠിക്കാൻ അത്യാവശ്യം നല്ല കുട്ടിയായിരുന്നു. ഞാനാ 49, 50 49 എങ്ങനെയോ മിസ്റ്റേക്ക് ആയിട്ട് കിട്ടിയത് എനിക്ക് ഇംഗ്ലീഷില്. അതെയാ? ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് അന്ന് വരണം. കാരണം ഇംഗ്ലീഷ് മീഡിയത്തില് 9ാം ക്ലാസ്സിലായപ്പോ, 9ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം ആയപ്പോ പള്ളിയിലെ അച്ഛൻ വിളിച്ചു. അച്ഛന്മാരുടെ സ്കൂളിൽ വിളിച്ചു, സെന്റ് ജോസഫിൽ തൃശ്ശൂര്. അതെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ പെർസെന്റേജ് അല്ല, ഫുൾ എല്ലാവരും ജയിപ്പിച്ചു വിടൂല, ജയിക്കുന്ന ഉറപ്പുള്ളവരെ മാത്രമേ ജയിപ്പിച്ചു വിടുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ മോനെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ 9ൽ ഒന്നും കൂടി പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മമ്മി ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, ഇനി സ്വന്തം ഭാഷയിൽ പഠിക്കാം, മലയാളം മീഡിയത്തിൽ. അങ്ങനെ തന്നെ അവിടെ പേര് വെട്ടി മലയാളം മീഡിയത്തിൽ കൊടുത്തു. മലയാളം മീഡിയത്തിൽ വന്നപ്പോൾ അവര് പറഞ്ഞു, ഇത്രയും കാലം ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിച്ചത്, അപ്പൊ ഇനി മലയാളം മീഡിയത്തിൽ ഇതൊക്കെ ലസാഗു ഉസാഗു ഒക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ മലയാളത്തിൽ പഠിക്കണ്ടേ. അപ്പൊ എനിക്ക് കാണിച്ചു തന്നപ്പോ ഇത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഇനി 9ൽ പഠിക്കാന്ന്. അങ്ങനെ ഞാൻ വീണ്ടും 9ൽ പഠിക്കുക ഒന്നും കൂടി. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ടീച്ചർ നോക്കുമ്പോ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി, അതായത് പിന്നെ മമ്മി ഇംഗ്ലീഷ് ടീച്ചറും ആ നാട്ടിലെ പൊന്നാനിയിലെ. അപ്പൊ പിന്നെ എനിക്കാകുമ്പോ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇംഗ്ലീഷൊക്കെ ബാക്കിയുള്ളവരെക്കാളും. കാരണം അവിടെ എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി. അതാകുമ്പോ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ പരീക്ഷയിലൊക്കെ അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് തന്നെ അത്യാവശ്യം മുഴുവൻ ഇരുന്ന് പഠിച്ച് പേപ്പർ നല്ല വൃത്തിക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു പരീക്ഷ. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇംഗ്ലീഷിൽ നല്ല രസമാണ്. നമ്മുടെ 4 കോപ്പി എഴുതിയതല്ലേ എത്ര കാലം. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ഇവന്റെ എല്ലാം ശരിയായിരിക്കും, നോക്കുമ്പോ കുറെ ശരിയാണ്. അപ്പൊ അങ്ങോട്ട് ആ വാശിക്ക് ടീച്ചർ പേപ്പർ കൊണ്ട് മൊത്തം ഇട്ടൊന്ന് കൂട്ടി നോക്കുമ്പോ 49 മാർക്ക്. അല്ലാതെ ഞാൻ നോക്കിയപ്പോ പിന്നെയും മാർക്ക് കുറയ്ക്കാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. പക്ഷെ മലയാളം മീഡിയത്തിലുള്ള ഒരു കുട്ടിയുടെ
ഇംഗ്ലീഷ് പേപ്പർ എന്ന രീതിയിൽ നല്ല അക്ഷരത്തിൽ എഴുതി മാർക്ക് കൂടുതൽ കിട്ടുന്ന പറയില്ലേ നമ്മള്. ടീച്ചർമാർക്ക് നോക്കാനാണെങ്കിലും രസമല്ലേ, നല്ല അക്ഷരത്തിൽ അങ്ങോട്ട് വൃത്തിയിൽ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുത്തു. ടീച്ചർക്ക് നമ്മൾ തന്നെ 50 ഇടാൻ തോന്നിയിട്ടുണ്ടാവും. പിന്നെ 50 ഇടാൻ പറ്റില്ലല്ലോ ഇംഗ്ലീഷില്. എന്താ എന്തെങ്കിലും ഒരു അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവൂലേ 49. അത് ഞാൻ വീട്ടിൽ വന്ന് കണ്ട് അമ്മയ്ക്ക് വലിയ കുലുക്കൊന്നുമില്ല. എല്ലാ അമ്മ പറയുന്നുണ്ടല്ലോ അതിനകത്ത്, ഞാൻ ആ ഒരു അതില് മാത്രമേ 49 കിട്ടിയിട്ടുള്ളൂ കണ്ടിരുന്നു. അപ്പൊ അമ്മ പറയുന്നുണ്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, അപ്പൊ സിനിമയിലേക്ക് പോകാനുള്ള അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക്, വിടാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനൊക്കെ വിടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അവര് ചെയ്തു പോകുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അവർക്കറിയാലോ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ. അവര് ചെയ്ത മാതാപിതാക്കൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യണുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മളോട് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരെന്ന് പറയണത്. അവര് പോയിട്ടുണ്ടാവൂലേ? അതെ, അല്ല പോയിണ്ടാവണമല്ലോ. പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായിക്കൂടാ. പക്ഷെ എന്തായാലും അവര് അറിഞ്ഞതും അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞതും അല്ലെങ്കിൽ കേട്ടറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പൊ നീ അതടിക്കരുത് ഇതടിക്കരുത് അങ്ങോട്ട് പോകരുത്. ഇപ്പൊ ഈ പുക വലിക്കരുതെന്ന് പറയുന്ന ആളുകൾ എന്നല്ലേ ഒരിക്കൽ നമ്മളോട് പുക വലിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 83 ജനിച്ച ഒരാള്, 85, 86, 87, 88 കാലങ്ങളില് സ്മോളിന് ലിക്കറിനെ കുറിച്ചുള്ള പരസ്യം കണ്ടിട്ടുണ്ട്. ഏതില്? ബി എ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിഗരറ്റിന്റെ പരസ്യം കണ്ടിട്ടുണ്ട് ഇല്ലേ? അല്ല അതാണല്ലോ ആ ഒരു പ്രായത്തിൽ നമ്മള് ബി എ മാൻ, അപ്പൊ ഇത് ചെയ്താലാണ് ഒരു പുരുഷനാവുക. അങ്ങനെ നമ്മൾ മണ്ടത്തരങ്ങളും അങ്ങനെ വിശ്വസിക്കില്ല. എന്നാലും ഇത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പൊ അത് പാടില്ല എന്നും പറയുന്നത് അല്ലേ? ഇതിപ്പോ ചില സമയത്ത് പ്ലൂട്ടോ ആണ് സോളാർ സിസ്റ്റത്തിൽ എടുക്കും, ഇടയ്ക്ക് പുറത്താകും, ഇടയ്ക്ക് എടുക്കും പുറത്താകും. എനിക്ക് പ്ലൂട്ടോ എഴുതാത്തതിന് മാർക്ക് കുറച്ച് തന്നിട്ടുണ്ട്. പ്ലൂട്ടോ എഴുതാത്തതിന് പറയാത്തതിന് അടി കിട്ടിയിട്ടുണ്ട്. തിരിച്ചെനിക്ക് അടിക്കാൻ പറ്റുമോ ടീച്ചറിന്? ഇപ്പൊ പ്ലൂട്ടോ ശരിക്കും സോളാർ സിസ്റ്റത്തിൽ ഇല്ലാന്ന് പുറത്താക്കില്ലേ? ഗ്രഹങ്ങളിൽ ഒന്നല്ല പ്ലൂട്ടോ, 9 ഗ്രഹങ്ങളല്ലേ. അതിലിടയ്ക്ക് ഞാൻ പഠിക്കുന്നത് പ്ലൂട്ടോ ഉണ്ടായിരുന്നു. പ്ലൂട്ടോ എഴുതാത്തതിന് അപ്പൊ അത് പറയാത്തൊരു കുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ടാവൂലേ, മാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടാവൂലേ? ഇപ്പൊ പ്ലൂട്ടോ ഇല്ലേ പഠിക്കാൻ? ഇപ്പൊ പ്ലൂട്ടോനെ വീണ്ടും ഔട്ടാക്കിയില്ലേ സോളാർ സിസ്റ്റത്തിനില്ലേ? ഇടയ്ക്ക് ഇവര് കയറ്റിട്ട് ഇറക്കണനുസരിച്ച് നമ്മളിത് മനസ്സിലാക്കണം. സംഭവം എന്താ, ഇതൊന്നും ഇവര് കണ്ടിട്ടില്ല ആക്ച്വലി. ഇവര് പറഞ്ഞനുസരിച്ച് പ്ലൂട്ടോനെ ചേർക്കി. ഞാൻ എഴുതില്ല, എന്റെ പേര് എഴുതും ഷൈൻ ടോംസാക്കോ, ഒപ്പിടും. എനിക്കൊരു ഒപ്പ് കാണാട്ടാ പോണേന് മുമ്പ്, ഒരു അടിപൊളി ഒപ്പ് പോകുന്നതിന് തൊട്ട് മുമ്പ്. ഇനി ഈ അസിസ്റ്റന്റ് ഡയറക്ഷൻ കുറെ നാള് കമൽ സാറിന്റെ കൂടെ 10 ഇയേഴ്സോളം ഉണ്ടായിരുന്നില്ലേ? ഞാൻ 2002 മുതൽ 2011 വരെ. ഭാവിയിലേക്ക് ഡയറക്ഷൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല വന്നിട്ടുള്ളത്, അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഒരു സംഭവം നമുക്ക് അറിയാവുന്നതുകൊണ്ട്, അതിന്റെ ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടരുത്. നമുക്കതിനോട് താല്പര്യമില്ലെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഒന്നും ചെയ്യരുത്. നമുക്ക് താല്പര്യമുണ്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ഡയറക്ഷന്റെ പരിപാടികളൊക്കെ അറിയാൻ വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നിനക്ക് താല്പര്യമുള്ളത് ഏതാണ്? അഭിനയം. അപ്പൊ അതാണ് നീ ചെയ്യേണ്ടത്. നീ ലോകത്തെ വേറെ ഏത് പ്രവൃത്തി ചെയ്താലും നിനക്ക് സംതൃപ്തി കിട്ടില്ല, അല്ലേ? ഇപ്പൊ അമൃതയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് സംതൃപ്തി കിട്ടുമോ? പാട്ടുണ്ടാക്കി പാടണ്ടേ? അത് ചെയ്താൽ മാത്രല്ലേ കിട്ടുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയുള്ള നിലനിൽപ്പല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ ഞാൻ തിരിച്ച് അഭിനയിക്കാൻ അവസരമുള്ളപ്പോ ഡയറക്റ്റ് ചെയ്യാൻ പോവോ? എനിക്ക് ഇതിനെപ്പറ്റി വലിയ എനിക്ക് അറിയൊന്നുമില്ല. ഇപ്പൊ അടുത്ത് കേട്ടു തുടങ്ങിയത് ADHD. അപ്പൊ അത് സ്വയം ഉണ്ട്. ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും എന്നിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് ADHD എന്താണ് അതിന്റെ ഫുൾ പറഞ്ഞ? ADHD എനിക്കും അറിയുന്നില്ല, ഞാൻ മെഡിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ADHD ഫുൾ ആയിട്ട് അറിയോ? പറഞ്ഞോ. ADHD അറിയണ ആരാളുള്ളത്? എന്താണ് അതിന്റെ? അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കുട്ടി അല്ലേ? ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുക, അറ്റൻഷൻ, എല്ലാവരോടും അറ്റൻഷൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രസ്സ് മാറി ഇവിടെ വന്നിക്കണത്. അല്ലെങ്കിൽ എല്ലാവർക്കും അവിടെ തന്നെ ഇരുന്നാൽ മതിയില്ലേ? എന്തിനു ഭൂമിയിലേക്ക് ഒരാൾ ജനിക്കണം? 4 ആൾ അറിയാൻ വേണ്ടിട്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ ജനിക്കാതിരുന്നാ മതിയില്ലേ? എന്തിനാ നമ്മൾ ഭൂമിയിൽ ജനിച്ചത്? അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നില്ലേ? ദൈവത്തിന്റെ അംശമായിരുന്നു നമ്മൾ. ദൈവത്തിൽ നിന്നകന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നു. നമുക്ക് 4 ആളുടെ മുന്നിൽ ഈ ഞാൻ എന്താണെന്ന് കാണിക്കണം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബോഡി സ്വീകരിച്ച് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നീ ആരാണ്, നീ എന്താണ്, നീ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണല്ലോ.
അപ്പൊ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ, മറ്റൊരാളെ കാണിക്കാനാണല്ലോ, മുന്നിലാണല്ലോ നമ്മൾ ഇതെല്ലാം കാണിക്കുന്നല്ലേ. നമ്മൾ രാവിലെ ഒരുങ്ങി വരുന്നത് എന്തിനാ? ഒരാൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ എല്ലാവരിലും ആവശ്യം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അതില്. ചിലര് കണ്ടാൽ മതി എന്നല്ല, എല്ലാവരും കാണണം. നമ്മളെ ശ്രദ്ധിക്കണം, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, വേറെ ആരെയും നോക്കിക്കൊണ്ടിരിക്കരുത്. വിശ്വാസങ്ങള് എങ്ങനെയാണ്? ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏത് ശക്തിയിലാണ് വിശ്വസിക്കേണ്ടത്? അല്ല, അതുണ്ടോ അത് ചോദിക്കണേ. ഈശ്വര വിശ്വാസിയാണോ? എങ്ങനെയാണ്? ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വളർന്ന വിശ്വാസം ഏതാണ്? ഞാന് അമ്മ ഡിവോട്ടിയാണ്, മാതാമൃതാനന്ദ. മാതാമൃത ഇപ്പൊ എവിടെയുണ്ട്? മാതാമൃതാനന്ദമേ? അമ്മ ഇവിടെ ആശ്രമത്തിലുണ്ട്. എന്തുകൊണ്ട് അമ്മയുടെ ആശ്രമത്തിൽ പോയി ഭജന ഇരിക്കുകയോ കൂടെ വസിക്കുകയോ അല്ലെങ്കിൽ സേവിക്കുകയോ ചെയ്യാത്തത്? ഇല്ല, അങ്ങനെയല്ല. അമ്മ അവിടെ ഇരുന്നോട്ടെ, ഞാനും ഇരുന്നോട്ടെ. അങ്ങനെയല്ല, നമുക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഗുരു, ഒരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിലെ ഏറ്റവും വലിയ വിശ്വാസമാണല്ലോ റിലീജിയൻ. ഏത് റിലീജിയനാണ്? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്രിസ്ത്യനാണ്. ഏത് റിലീജിയനാണ്? ആ റിലീജിയനിലുള്ള ഗോഡിനെ വളരെ അധികം സ്നേഹിക്കണം, അവരുടെ മാതൃകയാക്കണം എന്നല്ല പറയണ. ഏറ്റവും ഇഷ്ടമുള്ള ആ ഗോഡിന്റെ അടുത്തേക്ക് പോകാൻ പഠിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന്. നമ്മൾ ദൈവത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ഗണമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ദൈവത്തിലേക്ക് തിരിച്ചെത്താനല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്. നല്ല കാലത്തോളം ഭൂമിയിൽ വസിപ്പാൻ നീ നല്ലത് ചെയ്യുക. സോ ഒരു മതങ്ങളും ദൈവത്തിന്റെ അടുത്തേക്ക്, തൻ്റെ ഇഷ്ടദേവന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, അത്രയ്ക്കുള്ള സ്നേഹം മതി എന്നല്ലേ? അതിലാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ആ വിശ്വാസത്തിലാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? അപ്പൊ മോശം രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോകും. അയാൾ പെട്ടെന്ന് തൻ്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചെത്തും. അപ്പൊ അയാളാണോ ശരിക്കും വിശ്വാസി? നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണോ വിശ്വാസി? ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദിച്ചതാ. എനിക്ക് തിരിച്ചും ചോദിക്കാലോ. അപ്പൊ ഏത് വിശ്വാസത്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്? ഞാൻ ചോദിക്കുന്നത് ദൈവവിശ്വാസത്തെ കുറിച്ചാണോ മതപരമായിട്ടുള്ള ദൈവവിശ്വാസത്തെ കുറിച്ചാണോ? മതപരമായിട്ടല്ല. There is no connection with God and religion. അതാണ് ഫസ്റ്റ് ടേം. അതാണ് വിശ്വാസത്തിലെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. There is no connection with God and religion. There is only connection with you and God. You and God. നീയും ദൈവമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. വിശ്വസിക്കുന്നുള്ള ആളല്ലേ? ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പോ എന്നിൽ വിശ്വസിക്കാത്തവൻ, അതായത് സ്വന്തമായി ഇഷ്ടപ്പെടുകയോ വിശ്വസിക്കാത്ത ഒരുത്താൽ വിശ്വാസിയല്ല. സ്വന്തമായിട്ട് ഇപ്പൊ അമൃതയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവവിശ്വാസിയാണ്, അല്ലേ? ദൈവത്തിൽ നിന്നല്ലേ വന്നത് അമൃത. അല്ലെങ്കിൽ അമൃതയുടെ അച്ഛനമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമൃതയെ ആര് തന്നു? ദൈവം തന്നു എന്നല്ലേ പറയാ, അല്ലേ? ദൈവം തമ്പാച്ചൻ തന്നതാന്ന് പറയും നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ. തമ്പാച്ചൻ തന്നതാ മോനെ, തമ്പാച്ചൻ തന്നതാ, തമ്പാച്ചൻ്റെ അല്ലേ? തമ്പാച്ചൻ എന്ന് പറഞ്ഞാൽ ദൈവം. അതിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടാവില്ലേ, അതിൽ നിന്നല്ലേ ഉണ്ടാവണത്, അല്ലാതെ പിന്നെ എവിടുന്നാ വരുന്നത്? സോ നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പള്ളിയിൽ പോകാത്തത് കൊണ്ടോ അമ്പലത്തിൽ പോകാത്തത് കൊണ്ടോ നിസ്കരിക്കാത്തത് കൊണ്ടോ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാത്ത ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പിന്നെന്ത് വിശ്വാസിയാണ് നീ ചോദിക്കില്ലേ? പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ രീതിയിലല്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു. ഏതാ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറഞ്ഞു? വിശ്വാസം എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മളെ വിശ്വസിച്ചാലേ നമ്മളത് ദൈവത്തിന് വിശ്വസിക്കുന്നു പറയാൻ പറ്റും. ഒരു ഇപ്പം അമ്പലത്തിൽ ഈ പറഞ്ഞ കാര്യം ഞാൻ ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അഹം ബ്രഹ്മാസ്മി. ക്രൈസ്റ്റോ നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ് ക്രൈസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ളത്. സോ സ്നേഹം എന്നുള്ളത് മനസ്സിലായില്ലേ? നിന്നെ പോലെ. അപ്പൊ നീ ആരാണ്? ഗോഡിന്റെ അംശം. അപ്പൊ നിന്നെ പോലെ ബാക്കിയുള്ളവരെ കാണുക, ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ സ്നേഹിക്കുക. അപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞില്ലേ? ഏതെങ്കിലും മതത്തിൽ ചേരണം. അപ്പൊ ക്രൈസ്റ്റ് പറഞ്ഞുള്ള നീ നിന്റെ ദൈവമായ കർത്താവിനെ, സ്വർഗസ്ഥനായ പിതാവിനെ അബാ പിതാവേ എന്ന് വിളിക്കാനാണ്. അതായത് അപ്പ എന്ന് വിളിക്കാനാണ്, അല്ലാ എന്ന് വിളിക്കുകയാണ്, അല്ലേ? കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭഗവത്ഗീത, അല്ലേ? കൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനാരാ? അർജുനൻ.
അർജുനന്റെ തന്നെ എന്താണ് അർജുനന് താല്പര്യം ഏറ്റവും? വില്ലാളി വീരനാവും. വില്ലാളി വീരനാവാൻ നമുക്ക് ടെസ്റ്റ് നടത്തിയ പോരല്ലോ, ഒരു യുദ്ധം ഉണ്ടാവണ്ടേ അല്ലേ? ആ യുദ്ധം ഉണ്ടാക്കി അർജുനന് വേണ്ടി, വില്ലാളി വീരനാവാൻ അല്ലെ, ജയിക്കാൻ, ഏറ്റവും വലിയ യോദ്ധാവാൻ. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോ അർജുനൻ പറയാ, എനിക്ക് പറ്റില്ല അമ്മാവനെതിരെയും അമ്മാവന്റെ മക്കളുടെതിരെയും യുദ്ധം ചെയ്യാൻ അല്ലേ? അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞ, നീ എന്റെ ഏറ്റവും വലിയ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ നിനക്ക് തന്നെ നിനക്ക് ഇഷ്ടമുള്ള സാധനത്തിലേക്ക് കൊണ്ടെത്തിച്ചു തന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തനി സ്വരൂപം നീ ഇപ്പൊ കാണും. തനി സ്വരൂപം മീൻസ് അവിടെ തന്റെ തനി സ്വരൂപം കാണിച്ചു എന്നാ പറയണല്ലേ. ഒന്നെങ്കിൽ നീ യുദ്ധം ചെയ്യാൻ വരരുതായിരുന്നു. യുദ്ധം ചെയ്യാൻ വന്ന സ്ഥിതിക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. അമ്മാവനാണ്, അമ്മാവന്റെ മോൻ അതുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നീ എന്റെ തനി സ്വരൂപം കാണുമെന്ന് പറഞ്ഞപ്പോൾ തനി സ്വരൂപം കാണിച്ചു. അവിടെ അർജുനൻ മുട്ടുകുത്തി നമസ്കരിച്ചു എന്നാ പറയണ. അർജുനന്റെ ഉള്ളിലുള്ളതാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലേ? കൃഷ്ണന്റെ ഉള്ളിലല്ല അർജുനൻ. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എല്ലാവരുടെ ഇഷ്ടം നടത്തി കൊടുക്കണ്ടായിരുന്നേ അല്ലേ? അപ്പൊ ആരുടെ ഉള്ളിലാണ് ദൈവം? നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഭഗവത്ഗീത എന്താണ് പഠിപ്പിക്കുന്നത്? അതും നിന്റെ ഉള്ളിലാണ്. നീ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം നടത്തിത്തരും. അപ്പൊ പിന്നെ നമ്മൾ ഒരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് മറ്റൊരു വിഭാഗത്തിലെ ആളെ ദ്രോഹിക്കുമ്പോൾ തന്റെ ദൈവമാണ് ഏറ്റവും ദൈവം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച അല്ലേ? തന്റെ മതത്തിലുള്ള ദൈവമാണോ ഏകദൈവം, അത് മാത്രമുള്ള ദൈവം എന്ന് അല്ലേ? അവിടെയല്ല എല്ലാ തർക്കങ്ങളും ഉണ്ടാവണ്. ആ ഏകദൈവമാണ് അപ്പൊ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പൊ ആ ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ. അപ്പൊ ആ സൃഷ്ടിയെ ദ്രോഹിക്കുവോ? മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ദ്രോഹിക്കാൻ പാടില്ലല്ലോ. അവൻ ഏകദൈവ വിശ്വാസിയാണെങ്കിൽ അപ്പൊ തമ്മിലടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതാ വിശ്വസിക്കാത്തത് ആരാ? ഈ പറയുന്ന വിശ്വാസിയാണ്. ഒരു വിശ്വാസി ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നു പറഞ്ഞാ, നിന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന്. ഒരു അവിശ്വാസി ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ താങ്ക് ഗോഡ്. ഇനി നമുക്ക് ഭഗവത്ഗീതയൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ട് ഭഗവത്ഗീത തിരിച്ചു വന്നിട്ട് നമ്മൾ എവിടേക്ക് വരാനാണ്? എവിടെയാ ജനിച്ചത് അമൃത? ഞാൻ എറണാകുളം. ഞാൻ എന്നോട് ചോദിച്ചത് ഭൂമിയിൽ എന്ന് പറയും. ഞാനില്ല അറിയാം, എന്നാലും എറണാകുളം എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും തിരിച്ചു വരാൻ പറഞ്ഞത്. കാരണം ഇതൊന്നും ഭഗവത്ഗീത അല്ല ഈ മുന്നിൽ നടക്കണമെന്ന് അല്ലേ? അഹം ബ്രഹ്മാസ്തി എല്ലാതും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരും അമൃത. അമൃത എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എനിക്ക് പുതിയ പടത്തിന്റെ വിശേഷം കുറച്ച് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. 100 മൂവീസ് 100 കഴിഞ്ഞു പോയി. ഞാൻ ചെറിയ ഷോട്ടൊക്കെ അഭിനയിക്കുമല്ലോ, ചെറിയ ഷോട്ട്, ചെറിയ സീന്, അങ്ങനെ ഡെയിലി ഷൂട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും കാലം നമ്മൾ വെറുതെ ഇരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാം. നമുക്കത് ജോലിയല്ല, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയാലോ. ഇപ്പൊ റിലേഷൻസ് ഒന്നും ഇല്ല അമൃതയ്ക്ക്? ഇല്ല. ഞാനൊരിക്കൽ കല്യാണം കഴിച്ചാണ് 5 വർഷം 5 വർഷം കഴിഞ്ഞപ്പോ അത് ഡിവോഴ്സ്ഡ് ആയി. പിന്നെ അതിനുശേഷം റിലേഷൻ ഉണ്ടായിരുന്നു 5 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും സമാധാനത്തിലേക്ക് എത്തി. ഇപ്പൊ സമാധാനമാണോ സമാധാനമില്ലായ്മയാണോ? അപ്പൊ റിലേഷൻ ഇല്ലാതിരിക്കുന്നതാണ് സമാധാനം. അതേപോലെ റിലേഷനിലാവുന്നതും ചിലർക്ക് സമാധാനമാണ്. ഇപ്പൊ രണ്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ്. അത് ഒരു ചിലവർക്ക് കമ്പാനിയൻഷിപ്പ് വേണം, ചിലവർക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ? അത്രയുള്ളൂ. ഷൈനിന്റെ അഭിപ്രായത്തില് ഒറ്റയ്ക്കിരിക്കുന്നതാണ് സമാധാനം കൂടുതൽ. എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്കിരിക്കുന്നതാണ് സമാധാനം. പക്ഷെ അത് ആവശ്യമുള്ളവരുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ പറ്റാത്തവർ. അവർക്ക് കമ്പാനിയൻഷിപ്പ് ആവശ്യമാണ്. അപ്പൊ അതാണ് അവരുടെ സമാധാനം. പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആവുന്നതിന് മുമ്പുള്ള ഒരു സമയത്തും ഷൈൻ ഉണ്ടായിരുന്നല്ലോ കമൽ സാറിന്റെ ഒക്കെ കൂടെ. ഇപ്പോ എന്ന് പറഞ്ഞ ഒരു പടം റിലീസായി കഴിഞ്ഞാല് അതിന് പല രീതിയിലാണ് പ്രൊമോഷൻസ് വരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊമോഷൻസും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? പണ്ട് ഞാൻ വരുന്ന സമയത്ത് പോസ്റ്റേഴ്സിലായിരുന്നു എല്ലാം പരസ്യങ്ങളും വന്നിരുന്നു അല്ലേ? അന്ന് മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺസില് അപ്പൊ ആളുകൾ എല്ലാവരും തല ഉയർത്തി ചുറ്റുപാടും നോക്കിയിട്ടാണ് നടന്നിരുന്നത് അല്ലേ? അതിനു മുന്നേ ഈ കാളവണ്ടിയിലൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന സമയമുണ്ട്. അതായത് മതിലുകളൊക്കെ വരുന്നതിന് മുന്നേ. അന്ന് പ്രൊമോഷൻസ് അങ്ങനെയാ. കാളവണ്ടിയുടെ ഇത് ഒട്ടിച്ചിട്ട്
വിളിച്ചു പറയും. അപ്പൊ അന്ന് എല്ലാവരും കാതോർക്കും പരസ്യത്തിന് വേണ്ടിയിട്ട്. അന്ന് അങ്ങനെയാ പരസ്യങ്ങൾ എത്തിയിരുന്നത് നമ്മുടെ നാട്ടിൽ. സിനിമ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. കാരണം പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ മതിലുകളില്ലല്ലോ. പിന്നെ മതിലുകളെല്ലാ വീടുകളിലും വന്നപ്പോ എന്തായി? പോസ്റ്ററുകളായി. അപ്പൊ എല്ലാവരും തല ഉയർത്തി ചുറ്റുപാടും നോക്കി നടക്കുന്ന സമയം, യാത്ര ചെയ്യുന്ന സമയം അല്ലേ? അപ്പൊ ചുമരുകളിൽ മതിലുകളിലാണ് പോസ്റ്റേഴ്സ് വേണ്ടിയിരുന്നത്. പിന്നെ എല്ലാവരുടെ നോട്ടം എങ്ങോട്ടായി? മൊബൈൽ ഫോണിലായി. അപ്പൊ പിന്നെ നമ്മൾ പരസ്യം ചെയ്യേണ്ടത് എവിടെയാ? മതിലുകളിലും വിളിച്ചു പറയലും അല്ലല്ലോ, ഫോണിലാണ്. അപ്പൊ നമ്മൾ ഫോണിലുള്ള കൂടിയായി ഇപ്പോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ, വിഷ്വൽസിലൂടെ, വീഡിയോസിലൂടെയാണ് ഇപ്പൊ പ്രൊമോഷൻസ് നടത്തുന്നത്. പണ്ട് നമ്മള് കൊച്ചിയിൽ ഒരു പടം റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു ഷോ ഉണ്ടാവും, ഒരു പ്രധാന കേന്ദ്രത്തിൽ. പിന്നെ തൃശ്ശൂർ ഒരു കേന്ദ്രം അല്ലേ? ആ സമയത്ത് നമ്മളൊരു പടം കണ്ട് ഇറങ്ങിയിട്ട് അത് മോശമാണെന്ന് ഇപ്പൊ വായ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളിലേക്ക് എത്താൻ സമയം എടുക്കില്ലേ? ഇന്ന് പക്ഷെ മോശമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് ഇന്നും ഷോ കണ്ടിറങ്ങിയിട്ട് ആൾ മോശമാണോ അല്ലാതാണോ എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ അത് പെട്ടെന്ന് കിട്ടുന്നു ഈ വിഷ്വൽസ് വഴി. അതേപോലെ തന്നെയല്ലേ ഈ വിഷ്വൽസ് വഴി തന്നെയല്ലേ നമ്മൾ പരസ്യം ചെയ്യുന്നത് നല്ലതാണെന്നുള്ള സാധനം. അപ്പൊ എല്ലാ കാര്യത്തിനും ഒരു അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തില്. മനസ്സിലായ? വളരെ എളുപ്പം ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ ടെക്നിക്ക് നമ്മളെ ഒരു പരസ്യം ചെയ്യാൻ സഹായിക്കുന്നത് പോലെ തന്നെ മോശം എത്തിക്കാനും സഹായിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് നല്ലത് മാത്രം മതി, മോശം വേണ്ടാന്ന് കൊണ്ട് കാര്യമുണ്ട്. അപ്പോ ഒരു സാധനം വളരെ എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പരസ്യം, ഒരു പടത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് മതി, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ മതി കൊണ്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ. പക്ഷെ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, പടം റിലീസ് ചെയ്യാൻ പറ്റുന്നു. നെഗറ്റീവ് ആണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജനനം ഒരു പോസിറ്റീവ് ആണോ? അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ? മരണം. വേറെ ഒന്നും കൊണ്ടല്ല ഒരാൾ മരിക്കുന്നത്. അത് ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം. അത് ഏത് ദേവപുത്രനാണെങ്കിലും ദൈവമാണെങ്കിലും അല്ലേ? ഹൗ കൃഷ്ണ ഗോട്ട് കിൽഡ് ബൈ ആരായ വേടന്റെ കൈ കൊണ്ടല്ലേ മരിച്ചത്? കാലില് വേടം വേണച്ചിട്ട് ചെയ്തതാണ്. മാനിന്റെ കാലാന്ന് ചോദിച്ചിട്ട് അമ്പ ചെയ്തത്. അവിടെ കൃഷ്ണൻ ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഞാൻ അതുകൊണ്ട് ആ ഒരു നല്ല സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണല്ലോ മോശം എന്ന് എത്തിക്കുന്നതും അല്ലേ? അപ്പൊ ആ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾക്കൊക്കെ അഡ്വാൻറ്റേജും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പൊ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരെന്താ ചെയ്യേണ്ടത്? പോയി കാണുക, കണ്ടിട്ട് തീരുമാനിക്കുക. പക്ഷെ അതിന്റെ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ മമ്മൂക്കന്റെ കൂടെ ചെയ്തിരിക്കുന്ന പടങ്ങൾ കുറച്ച് കൂടുതലാണ് ലാലേട്ടനെ വെച്ച് നോക്കുമ്പോ. ലാലേട്ടനെ പടം ചെയ്തിട്ടില്ല. ഇന്നാണ് ഞാൻ ലാലേട്ടൻ നേരിട്ട് കണ്ട്. ലാലേട്ടനാ ആക്ച്വലി പടം ചെയ്തിട്ട് തന്നെ ഇല്ലേ? പടം ഞങ്ങൾ നേരിട്ടൊന്നും കണ്ട് സംസാരിച്ചിട്ട് തന്നെ ഇല്ല. ഇന്നാണ് സംസാരിച്ചത് ശരിക്കും. ലാലേട്ടന്റെ കൂടെ ഒരു പടം കായംകുളം കൊച്ചുണ്ണിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലും രണ്ടു ദിവസമാണ് ഷൂട്ട് ചെയ്തത്. എന്റെ സീക്വൻസ് ലാലേട്ടന്റെ സീക്വൻസ് വേറെ ദിവസങ്ങളിലാണ്. പിന്നെ കണ്ടിട്ടുള്ളത് അമ്മയുടെ മീറ്റിങ്ങുകൾക്ക് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നതും. പിന്നെ കഴിഞ്ഞ മഴവിൽ അഴകില അമ്മ എന്ന് പറയുന്ന ഷോന്റെ ഇടയിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസ്, ഞാൻ കേറുന്നതിന് തൊട്ട് മുന്നിൽ ലാലേട്ടന്റെ കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ പോണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ലാലേട്ടാ ഷൈൻ. അതാണ്. പിന്നെ ഇപ്പളാ കണ്ട്. ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ആക്ടർ ലാലേട്ടനായിരുന്നു. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ ലാലേട്ടനെയാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ലാലേട്ടന്റെ കളിയും ചിരിയും ഓട്ടവും ചാട്ടവും തല കുത്തിമറിച്ചിലും അല്ലേ? നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആക്ടർ ആയിരുന്നു. അതൊരു 9-10 ആകുമ്പോഴേക്കും മമ്മൂക്കാനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ദ കിങ് എന്നൊക്കെ പറയുന്ന പടമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനത്തെ ഒരു ആൺകുട്ടി ആകണം, മമ്മൂക്കയെ പോലെ ആകണം. നേരിട്ട് കണ്ടിട്ടുള്ളത് മമ്മൂക്കനെയാണ് ഞാൻ ഏറ്റവും ആദ്യം കാണുന്ന ഒരു സിനിമാ താരം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് വാത്സല്യത്തിന്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വന്നിരിക്കുക അവിടെ ഗസ്റ്റ് ഹൗസിൽ. വല്യമ്മയുടെയും ചെറിയമ്മയുടെയും വീട് ഒറ്റപ്പാലത്താ. അപ്പൊ ഞാൻ ഒറ്റപ്പാലത്ത് പോകുമ്പോഴൊക്കെ ഏതെങ്കിലും ഷൂട്ടിങ് കാണാം. അന്ന് ഷൂട്ടിങ് കണ്ട് വാത്സല്യത്തിന്റെ. അന്ന് ഞാൻ മമ്മൂക്കാനെ റൂമിൽ ഇങ്ങനെ ഇരിക്കണം കണ്ടു. ഒരുപാട് കാര്യം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മയ്ക്ക്. ചെറിയ കുട്ടിയാണല്ലോ ഞാൻ. അതൊന്നും നടത്തിയില്ല. എന്തെങ്കിലും സംസാരിക്കണം, പോവാ. പിന്നെ അതേ മമ്മൂക്കന്റെ കൂടെ ഇത്രയും പടങ്ങള്. ലാലേട്ടനെ ഇന്നാണ് 2-3 വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ഇടപഴകിയത്. ഇത്രയും ഞാൻ വന്നിട്ട് ഇപ്പൊ 22 വർഷമായി. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ അമൃത എന്താ അസിസ്റ്റന്റാ?
അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അനിയത്തി കുട്ടിയാണ്, അമൃത തന്നെയാണ് പേരും. ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് രണ്ടനിയത്തി ഇല്ലേ? അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ അച്ഛന്റെ അമ്മേന്റെ അനിയത്തി ഒന്നല്ല, അത് മനസ്സിലായി. പക്ഷെ എന്നാലും അനിയത്തി തന്നെയാണ്. അപ്പൊ ആ വകയില കസിൻ അങ്ങനെ ഒരു ബന്ധമില്ല. ഒരേ നക്ഷത്രമായി പോയി, ഒരേ പേരായി പോയി എന്നൊക്കെ കുറച്ച് പ്രശ്നം. ഒരേ നക്ഷത്രം എന്ന് പറഞ്ഞ മൂലം. എന്റെ മൂലാണ്. വെറുതെ അല്ല, എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, വേറെ ഏത് നക്ഷത്രം കൈ കൊണ്ട് തൊട്ടാവും? സത്യല്ലേ, പിടിക്കാൻ പറ്റുന്ന നക്ഷത്രം, കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം ഭരണിയാ. അപ്പൊ ഒന്ന് പിടിച്ച തൊട്ട് കാണിച്ച ഭരണി കൊണ്ടുവരണ്ടേ? ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും കൈ കൊണ്ട് തൊട്ട് കാണിക്കാം. ഭരണി കൊണ്ട് ആരാ നടക്കണം? ഇപ്പൊ ഭരണി ഒന്ന് അന്വേഷിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റും ഭരണി. പൂരാടം ആയില്ല, ഒന്നും തൊടാൻ പറ്റില്ല. ഈ ഒരു നക്ഷത്രം മാത്രമാണ്. എനിക്ക് തുടക്കമേ തുടങ്ങിയ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ. എനിക്ക് ഷൈൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അത് ആ മൂലത്തിന്റെ ഒരു ബന്ധമായിരിക്കും. മൂലം കൊണ്ടാണല്ലോ നമ്മൾ ഇരു സ്ഥലത്ത് ആസനസ്ഥനാവുന്നത്. ആസനസ്ഥനായിട്ട് റിലാക്സ്ഡ് ആവണല്ലോ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവം എന്താണ്? അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പുറക്കില്ല, മനസമാധാനം ഇല്ല, റിലാക്സ്ഡ് ആവാൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല. മൂലം കറക്റ്റ് ആണെങ്കിൽ എനിക്ക് ഓൾറെഡി 2 ഓപ്പറേഷൻ കഴിഞ്ഞു മൂലം. അതുകൊണ്ട് വളരെ അമർത്തിയുള്ള സ്വന്തമായിട്ട് ടേക്ക് കെയർ ഓഫ് സ്വന്തം മൂലം. എത്ര പറയാനുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കളിയാക്കിയിരുന്നു ഇങ്ങനെയുള്ളവരെ. മൂലം പറഞ്ഞിട്ട് മൂലക്കു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴല്ല അതിന്റെ മൂലം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അതുവഴിയാണ് എല്ലാം റിലീസ് ചെയ്യുന്നത്. അത് റിലീസ് ആവുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ തുടങ്ങുന്നതാണ്. വാർദ്ധക്യത്തിന്റെ മെയിൻ രോഗകാരണങ്ങൾ. തല വെക്കേണ്ട കാര്യമില്ല. എടുക്കണോ? ഇനി അത് താഴെ വീഴില്ലല്ലോ. വീണല്ലോ അല്ലെ? അത് സമാധാനായിട്ടിരുന്നോളൂ. അപ്പൊ ഞാൻ ഒരു വൈൻഡപ്പ് പറയട്ടെ. ഒരുപാട് സന്തോഷം. സന്തോഷമുള്ള ഒരു ഇല്ല, ഇതെനിക്ക് തന്നല്ലേ സ്വന്തമായിട്ട്. അത് പ്രോഗ്രാമിനല്ലേ, എനിക്ക് ഈ സെറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നോട് ഇരുന്നോളാം. ഇത് അഭിനയായിരുന്നല്ലേ? ഇത് എന്റെ അല്ല, ഇത് എന്റെയും അല്ല. ഇത് നമ്മുടെ DOPയുടെ ആണ്. DOPയുടെ ആണോ അത്? പുള്ളി എവിടെയാ? പുള്ളി ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടാണ് എടുത്തതെന്ന് അറിയാൻ പാടില്ല. പവർ ക്ലാസ് ഒക്കെ ആയിരുന്നു അത്. എനിക്ക് ഒരു 0.5 കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 0.5 എപ്പോഴും എടുക്കാറുണ്ട്. 0.5 കുറവ്. അപ്പൊ 0.5 അല്ലേ നമ്മളെ ആവശ്യം? 0.5 എനിക്ക് 0.5 ആണ് നമ്മുടെ ഒരാളുടെ ആവശ്യം. അത്രേ ഉള്ളൂ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മളെ ഇവിടെ വന്ന മഹാന്മാരായ വ്യക്തികളുടെ സിഗ്നേച്ചർ, അതിന്റെ കൂടെ ഒരു അപകീർത്തി സുപ്രസിദ്ധ സോഷ്യൽ മീഡിയ ഒരു ഫേക്ക് സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ എനിക്ക് എന്നോടുള്ള ചോദ്യങ്ങളായിരുന്നു. ഞാൻ ചോദിക്കാണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച്.